നീ പതിപ്പുറം ചമയാതിരി. ഇവിടെ നിലനിൽപ്പാണ് പ്രശ്നം. നിലനിൽപ്പ് ആരുടെ? എന്റെയോ നിങ്ങളുടെയോ? എന്നിൽ ചവിട്ടി നിന്ന് വളർന്നത് പോരെ? ഞാൻ വളർന്നാൽ അതിന്റെ ഗുണം നിനക്കല്ല. ചെട്ടിയാർ നമ്മുടെ പഴയ ആളൻ. എനിക്ക് സുഖമില്ലെന്ന് അറിഞ്ഞുകൂടെ? അത് സാരമില്ല, എഴുന്നേൽക്ക്. അദ്ദേഹം പിണങ്ങിയാൽ നമ്മുടെ പരിപാടി ആകെ തെറ്റും. ആവശ്യമുള്ള പണം ഞാൻ തരാം. നിങ്ങളാരും നാണുവിനോട് വഴക്കെടുത്ത് തിരികെ വരുമ്പോൾ അക്കൗണ്ട് സെറ്റിൽമെന്റ് നടക്കും. ഓക്കെ? ആര്? രവി ദേവിയോ? പുറത്തു നിൽക്ക്, ഞാൻ വിളിക്കാം. ഇറങ്ങി പുറത്ത്. വ്യഭിചാരത്തിന്റെ കോൺട്രാക്ട് എന്റെ ബെഡ്റൂമിൽ എത്തിയോ? നിന്റെ ബെഡ്റൂം? പാവം, ഒന്നും അറിഞ്ഞില്ല. ചിന്തിച്ചു നോക്ക്. അന്ന് കുറെ മുദ്രപത്രങ്ങളിൽ ഒപ്പിട്ട് ഓർമ്മയുണ്ടോ? അത് പ്രൊഡക്ഷന് വേണ്ടിയുള്ള ഒപ്പായിരുന്നില്ല. നീ പുറംപോക്കിലാകാനുള്ള ഒപ്പായിരുന്നു. അച്ഛന്റെ ഈ ചുരുട്ടുവലി കുറയ്ക്കണം. നിങ്ങൾ അപ്പുറത്ത് പോയി കുരയ്ക്കുകയോ ചുമക്കുകയോ ഒക്കെ ചെയ്യണം. എന്റെ കുറെ ഫ്രണ്ട്സ് ഇന്ന് വരുന്നുണ്ട്. അലവലാദികള്. ആ തൊപ്പിടെടുക്കണം. ആണോ? നാളെ ശാന്തോടെ വീട്ടിൽ പോയിരിക്കുക. അവളെയും കൊണ്ടേ വരൂ. ഓഹോ, വിശ്വസിച്ചവനെ വഞ്ചിച്ച് നിങ്ങളെ സ്നേഹിച്ചവളാണ് ഞാൻ എന്ന് പറയാതെ. സ്നേഹം. രോഗിണിയായ എനിക്കും കുഞ്ഞിനും ജീവിക്കണം. ഞങ്ങൾ എവിടെയെങ്കിലും പൊയ്ക്കൊള്ളാം. നീ പോകണമെന്ന് ഞാൻ പറയും. ഇറക്കി വിടുന്നതിന് മുൻപ് പോകുന്നതാണ് നല്ലത്. എന്നാൽ യാത്ര ചോദിക്കാതെ പോകണം. കുറച്ച് രൂപ തന്ന് എന്നെ സഹായിക്കണം. നിന്നെ സഹായിക്കാൻ നീ വല്ല സാഹസവും ചെയ്തിട്ടുണ്ടോ എനിക്ക് വേണ്ടി? ഇത്ര മനുഷ്യത്വം ഇല്ലാതായിപ്പോയല്ലോ. മനുഷ്യത്വം? നീയും ഞാനും വന്നത് ഒരേ തലങ്ങളിൽ നിന്നാണ്. നീ വഴി മാറി സഞ്ചരിച്ചു, ഞാൻ എന്റെ വഴി മുറുകെ പിടിച്ചു. അതിന് നീ എന്നെ കുറ്റപ്പെടുത്തുന്ന എന്തിന്? ആ, എന്തെങ്കിലും ആട്ടെ. പോകണമെങ്കിൽ പോകാം, നിൽക്കണമെങ്കിൽ നിൽക്കാം. ആ നാണു, നീ വന്നോ? നീ പോയി ആ കണ്ടിയൂർ റാണിയെയും അനിയത്തെയും കൂട്ടിക്കൊണ്ടുവരണം. ഞാൻ ഇപ്പൊ ഒന്ന് കൂട്ടിക്കൊടുക്കാനല്ല, കൂട്ടിക്കൊടുത്തുണ്ടാക്കിയ കാശ് വാങ്ങിക്കാനാ. കാശോ? ഏത് കാശ്? ഓർമ്മയില്ലേ, എന്റെ കടം വാങ്ങി 5000 രൂപ. അതിപ്പോ കിട്ടണം. എന്റെ തൊഴില് നിങ്ങളെപ്പോഴും മുതലാണ്ട് ആവശ്യമില്ല. എടാ നാണു, മലയാളി, തീയിൽ തൊട്ട് കളിക്കരുത്, പൊള്ളിപ്പോകും. എടാ, എന്നെ തൊട്ടുപോകരുത്. എന്നെ എതിർത്താൽ നിനക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ ഒക്കും. നിന്റെ രഹസ്യങ്ങൾ പുറത്തുവിട്ടാൽ നീ എന്നകത്ത്. സംശയമുണ്ടോ? എന്നാൽ കാണാം. ഹലോ, പോലീസ് സ്റ്റേഷൻ. ഞാൻ ഡയറക്ടർ KL-അപ്പനാണ്. അറിഞ്ഞു ജീവിക്കാതെ മറന്നു ജീവിച്ചവളാ ഞാൻ. ഇതിൽ കുറഞ്ഞൊരു ശിക്ഷയ്ക്ക് ഞാൻ അർഹയല്ല. വരൂ, പോകാം. എവിടേക്ക്? ഞാൻ പോകുന്നിടത്തേക്ക്. വരാൻ. അമ്മേ, എനിക്ക് വിശക്കുന്നു. എത്രയുള്ള ഞാൻ ആരെയും പാടി പിന്നെ നീ അവള് പാതിരിക്കണോടാ. എടാ എടാ അയ്യോ, ബീഡി എന്റെ ഇല്ലമ്മാവാ. ഇല്ലയോ? പോടാ പാട്ട്. എരന്ന് തിന്നണവനെ തുറന്ന് തിന്നണ മുതുക്കോ, എന്നെ വിടോ. സമാനപ്പെടെ ഞാൻ ഏറ്റു. ഒറ്റ എണ്ണത്തിന് വെറുതെ വിടരുത്, എല്ലാവരും ശരിക്ക് പിഴിഞ്ഞെടുക്കണം. 5 10
10 15 15 20 ആവും. 20 10 30 25 രൂപ ലാഭം. നിങ്ങൾ നിൽക്കിവിടെ നിൽക്കി ഞാനിപ്പോ വരാം. അയ്യോ അങ്ങോട്ട് കയറാനും വയ്യ. ഈ പിരിവാരന്മാരൊക്കെ കൂടെ എന്നെ കൊല്ലും. ദൈവമേ, അയ്യോ ഈ പിരിഞ്ഞ എന്നെയും കൊണ്ട് പിരിച്ചോണ്ടേ പോവും. അയ്യാ നിന്നേക്കാ വലിയ നീന്തലുകാരനാ ഞാൻ അങ്ങോട്ട് വരണോ അതോ നീ ഇങ്ങോട്ട് വരുന്നു? അയ്യോ ഇത് വിഷമിപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. എടാ ഇത് കാര്യം വേറെ. എന്നാ ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ വിചാരിച്ച് മുടിഞ്ഞ പിരിവായിരിക്കും. അയ്യോ അയ്യോ എന്റെ കൊടയെന്ന് വിട് സാറേ, എന്റെ വാദം കയറി കോപിക്കും. പിന്നെ നിന്റെ എവിടെ പിടിക്കണം? അയ്യോ കൊടയെന്ന് വിട് സാറേ, വാദം കോപിക്കും. 20 രൂപ നീ വിളിച്ചിരിക്കുന്നില്ല. അയ്യോ പിരിവ് ഞാൻ തരാം, പക്ഷെ ഇപ്പോഴില്ല. അനാവശ്യം പറയരുത്. എന്റെ പൊന്നും കൊടുത്ത് സാറേ, ഐശ്വര്യമായിട്ട് 1 രൂപയും തന്നാട്ടെ, ഞാൻ നാളെ എങ്ങ് തിരിച്ചു. ഓ ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ ചെയ്യൂ. സാറ് പറയണ ഞാൻ ചെയ്യാം. അയ്യേ സാർ എന്തോ ഈ പറയണേ? ഇതൊരു പുതിയ കാര്യമല്ലടാ. അത് വേണോ? വേണം ശങ്കര, എന്റെ ഒരു ആഗ്രഹമല്ലേ. ഈ പണി എനിക്ക് പറ്റൂല സാറേ. നിന്നെ കൊണ്ടേ പറ്റൂ. സാറിന് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ നോക്കാം. നമുക്ക് രാത്രി കാണാം. കഥാപ്രസംഗം തുടങ്ങുമ്പോ സാറങ്ങി പോരണം. കഥ തുടങ്ങുമ്പോ ഞാനങ്ങ് പോവും. കേട്ടുണ്ടോണം തരാൻ. ശങ്കര, സാറല്ലൊക്കെ വഴിന്ന് വാങ്ങിക്കാം. അണ്ണന്റെ കാസത്തിന് ആശ്വാസമില്ലല്ലയോ? വല്ലാത്ത ചുമ. വൃശ്ചികം 5 5 5 10 ധനുക്കൂർ. സമയം മോശം. വാതാതിപിത്ത രക്തകഫം കോപേഷു. എന്താ രക്തവാദങ്ങൾ കോപിക്കുമെന്ന് രാഹുറിന്റെ സ്വാഭാരമാ. അല്ല, മിഥുനം കഴിഞ്ഞാൽ അണ്ണന്റെ സമയവും നല്ലതാകുമെന്ന്. നിന്റെ ഈ ജ്യോതിഷ്യമൊക്കെ അങ്ങ് ബസ് സ്റ്റാൻഡിൽ ചെന്നിരുന്ന് പറഞ്ഞാൽ മതി, എന്നോട് വേണ്ട. ഈ ചുമ മോശമാകട്ടോ. എന്നെ മറന്ന് ജീവിച്ചതിന്റെ ഫലം. അതുകൊണ്ടല്ലയോ അണ്ണന്റെ ഭാര്യ വേറെ എരയെ കൊത്തിയത്? പെണ്ണല്ലേ ശങ്കര, അങ്ങനെ. അതും ശരിയാ, എനിക്കും പറ്റിയത് അങ്ങനെയാ. അണ്ണൻ അറിയോ എന്റെ കല്യാണം ലവിങ്ങോ ക്രോസിങ്ങോ ആയിരുന്നു? എന്തോന്നാ? ലെവൽ ക്രോസ്. പ്രേമം കലർത്തിയ മിശ്ര വിവാഹം. ഞാൻ എന്റെ പെമ്പറന്നോർത്തി അറിയാതെ രഹസ്യമായി ഫാമിലി പ്ലാനിങ് നടത്തി. രൂപയും സാരിയും ഒരു തൊട്ടിയും കിട്ടി. ഞാൻ പ്ലാനിങ് നടത്തുമ്പോഴേ അവളെ റാഹേല് അങ്ങനെ ബനസ് മാതിരിയുള്ള മനസ്സുമായിട്ട് നിൽക്കണ പരുവാ. എന്റെ അംഗനഷ്ടം അവൾ അങ്ങനെ ചെയ്തു. പെറാനുള്ള കൊതി കൊണ്ടാ അവള് വേറെ പോയത്. ഓ വല്ലാത്ത ചുമ. കാലപ്പഴക്കത്തേക്കില്ല. അണ്ണനെ ഞാൻ ഒരു മരുന്ന് പറഞ്ഞുതരാം. അണ്ണൻ എന്റെ കൂടെ വരണം. എന്ത് മരുന്ന്? സ്പെഷ്യൽ സോഡ മുടുക്കിലെ മുറുക്കാങ്കടെ കിട്ടും. വരണം. അത് കുടിച്ചാൽ ഇതെല്ലാം ഇതിന്റെ അപ്പുറത്തെ ചുമയും പമ്പ കിടക്കും. വരണം. ഇതുവരെ ചെയ്യാത്തത് ഇനി ഞാൻ ചെയ്യണം. അണ്ണന്റെ ആശ്വാസം, എന്റെ നിശ്വാസം, നാട്ടുകാരുടെ വിശ്വാസം. അച്ഛൻ പോകുന്നു. ഞാൻ എന്താ വരുന്നു മോളെ. മോള് പുറപ്പെടാൻ റെഡി ആയിട്ടിരുന്നോ? രാഹുകാലം കഴിയട്ടെ. പണ്ട് ഇയാള് വലിയവനായിരുന്നിരിക്കും. ഇന്നിപ്പോ താൻ ചെരുപ്പ് കുത്തിയാണ്. നിർത്ത്. പ്രാഭവൊന്നും പറയാതെ അഷ്ടമത്തി ഗുളികനാണ്. ആളുകൾ തല്ലി കൊല്ലും. വാ. മുണ്ട് സൂക്ഷിച്ച് അഴിഞ്ഞു പോവും. കേടാ വീപ്പണ്ടാരം നാശം. അയ്യോ നരച്ചെങ്കിലും ശക്തിയോ. പായട
പാറുവമ്മ എവിടെ? പാറുമ്മ അപ്പുറത്തുണ്ട്. നിന്റെ അച്ഛൻ കൂടുതൽ വിളിച്ചോണ്ടാ. നീ വാ, വാന്ന് വാടി. എന്നെ വിടൂ, എന്നെ വിടൂന്നേ. ചെറുപ്പത്തിയുടെ മോളെ നേതാവ് കൊന്നു. നിന്റെ ശവശരീരം പോലും ഞാൻ പുറത്ത് കാണിക്കില്ല.